അവത്തിലൊക്കെ ഇവരുടെയൊക്കെ പേര് എഴുതി വെക്കുന്ന തന്നെ നാണക്കേടാ ശരിക്കും പറഞ്ഞു. ഒരു ബസ് സ്റ്റോപ്പ് പണിത് വെച്ചിട്ട് അവത്തെ പേര് എഴുതി വെക്കുക. ഇയാളെന്താ വീട്ടിൽ പശുവിനെ വളർത്തി പാല് കറന്ന് വിറ്റിട്ടുള്ള കാശ് കൊണ്ടൊന്നും ഇങ്ങോട്ട് എടുത്ത് ഒലത്തി തരുന്നൊന്നുമല്ല. അവത്തിലൊക്കെ ഇവരുടെയൊക്കെ പേര് എഴുതി വെക്കുന്ന തന്നെ നാണക്കേടാ ശരിക്കും പറഞ്ഞു. ഇന്നാണ് ഇയാളാരാ, ഇയാൾ എന്താ ചെയ്തത്, ഇയാളുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടെന്നാണോ ഇത്, അങ്ങനെയൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം പബ്ലിക്കിന്റെ ആണ്. ആ ഒരു സിസ്റ്റമേ തെറ്റാണ്, എല്ലാം തെറ്റാണ്. ഇവരുടെ പരിപാടി മൊത്തത്തിൽ തെറ്റാ. അത് ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും പോലും വോട്ട് ചോദിച്ചിട്ടില്ല. ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. ആരോടും വോട്ട് ചോദിച്ചിട്ടില്ല. ഞാൻ പട്ടി, പൂച്ച, ആട്, കാക്ക, മീൻ, അവരൊന്നും ഈ മണ്ഡലത്തിലെ വോട്ടർമാരല്ലെങ്കിൽ പോലും അവരോട് നമുക്ക് കൺസേൺ ഉണ്ടെന്ന് അവരെ അറിയിക്കുക. ട്രാൻസ്പെറൻസിയിലാണ് ഏറ്റവും ജനാധിപത്യം ഉള്ളത്. തിരുവല്ലയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർ അജു അലക്സ് ആണ് നമുക്കൊപ്പം ഉള്ളത്. അജു, അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ പരിപാടി? എങ്ങനെയുണ്ട്? ഇത് കൊള്ളാം, നല്ല പരിപാടിയാണ്. വളരെ നല്ലൊരു ഇതാണ് അത്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനുണ്ടാകുന്ന കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചില ഐഡിയാസ് ഒക്കെ വന്നപ്പോൾ അതൊന്ന് ഈ ഗവൺമെന്റിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്താൽ എല്ലാവർക്കും നല്ലതാണല്ലോ എന്നൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാതിരിക്കുന്നത് എനിക്ക് തെറ്റുപോലെയും തോന്നി. ഞാൻ ഈ പറയുന്ന ആശയം ട്രാൻസ്പെറന്റ് ആയിട്ടൊരു ഗവൺമെന്റ് സിസ്റ്റം വേണം എന്ന് പറയുന്നത്, ഇഷ്ടപ്പെട്ടാൽ അത് കണ്ടിട്ട് മനസ്സിലായവരാരെങ്കിലും വോട്ട് ചെയ്താൽ വോട്ട് ചെയ്തു, അല്ലാതെ ചോദിച്ചു നടക്കേണ്ട കാര്യമൊന്നുമില്ല. വോട്ട് ഇത് അങ്ങനെ പാടുള്ളൂ. ഈ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്ന പരിപാടിയൊന്നുമില്ല. അതിന്റെ ആവശ്യമില്ല. വോട്ട് അഭ്യർത്ഥിക്കല്ല, എല്ലാവരും അറിയിക്കേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് അത്ര അറിയിക്കാനുള്ള ഒരു സെറ്റപ്പ് നടന്നില്ല. അതായത് ഇങ്ങനെ ഒരു ആശയമുണ്ട്, ഇതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. എനിക്ക് ഒരു അവസരം തന്നാൽ ഞാൻ വേണമെങ്കിൽ ഈ MLA എന്ന് പറയുന്ന ഈ തിരുവല്ലയുടെ സെറ്റപ്പിലുള്ള സകല കാര്യങ്ങളും ട്രാൻസ്പെറന്റ് ആക്കിയിട്ട് ഡെയിലി റിപ്പോർട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ നടന്നു, ഇനി എന്തൊക്കെ ചെയ്യാണെന്ന് വരെ കൊടുക്കാം. അഴിമതി ഇല്ലാതാക്കും. അഴിമതി 0. ട്രാൻസ്പെറന്റ് ആയ ഒരു സിസ്റ്റത്തിനകത്ത് അഴിമതി നടക്കത്തില്ല. എല്ലാം പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റും. പബ്ലിക്കിന് ഓഡിറ്റിന് വിധേയമാകുക എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ഒരു തെറ്റ് കണ്ടാൽ അപ്പം തന്നെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അതിന് ഏത് ആളുടെ ഇന്ന് സജഷൻ എടുക്കാം. ഓരോരുത്തർ വന്ന് അതിന്റെ സൊല്യൂഷൻസ് പറയും. ഈ ചൂണ്ടിക്കാണിച്ചാക്കി തന്നെ ചിലപ്പോൾ സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ഒരു സിസ്റ്റം നമ്മുടെ ഇരിക്കും. സ്വാഭാവികമായും കറക്ഷൻ ഉണ്ടാകത്തില്ല. പിന്നെ വികസനം എന്ന് പറയുന്നത് അതും സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം മലയാളികൾ അധ്വാനിക്കുന്ന പൈസയുടെ ഒരു ഷെയർ എടുത്തിട്ട് ഈ കാണിച്ചു കൂട്ടുന്നത് ഒരു പരിപാടി, അതിനകത്തുനിന്ന് കറപ്ഷൻ ഒഴിവായാൽ വീണ്ടും ലാഭമാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ടാക്സ് ഒക്കെ തന്നെയാണ് ഈ കാണുന്നത്. അല്ലെ നമ്മുടെ ഒരു ഷെയർ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ, നമ്മളെ ഈ റോഡ് നന്നാക്കാൻ വേണ്ടി നമ്മൾ ഒരു പൈസ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ മന്ത്രിമാരെടുത്ത് തന്നു കൊടുത്തു, ഇന്നാ ഒരു ബസ് സ്റ്റോപ്പ് പണിത് വെച്ചിട്ട് അവത്തെ പേര് എഴുതി വെക്കുക. ഇയാളെന്താ വീട്ടിൽ പശുവിനെ വളർത്തി പാല് കറന്ന് വിറ്റിട്ടുള്ള കാശ് കൊണ്ടൊന്നും ഇങ്ങോട്ട് എടുത്ത് ഒലത്തി തരുന്നൊന്നുമല്ല. അവത്തിലൊക്കെ ഇവരുടെയൊക്കെ പേര് എഴുതി വെക്കുന്ന തന്നെ നാണക്കേടാ ശരിക്കും പറഞ്ഞു. ഇന്നാണ് ഇയാളാരാ, ഇയാൾ എന്താ ചെയ്തത്, ഇയാളുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടെന്നാണോ ഇത്, അങ്ങനെയൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം പബ്ലിക്കിന്റെ ആണ്. ആ ഒരു സിസ്റ്റമേ തെറ്റാണ്, എല്ലാം തെറ്റാണ്. ഇവരുടെ പരിപാടി മൊത്തത്തിൽ തെറ്റാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പൊതുജനത്തിന്റെ സാധനങ്ങളെല്ലാം പൊതുജനം മുഴുവനായിട്ട് അറിയണം. ഇവിടെ എത്ര KSRTC ബസ് ഉണ്ടെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ഇതിനകത്ത് KSRTC നഷ്ടമാണെന്ന് പറയുമ്പോൾ നഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുക, ലാഭമാണെന്ന് നമ്മൾ അതും വിശ്വസിക്കേണ്ടി വരുന്നത്. എന്തെങ്കിലും കണക്കും കാണിക്കും. ആർക്കും അറിയാം, ഒന്നും ഒരു കണക്കും ഇല്ല, തെളിവും ഇല്ല, ഒന്നിനും. നഷ്ടമാണെന്ന് പറഞ്ഞാൽ നഷ്ടമാണല്ലേ, ഒരു കണക്ക് പറഞ്ഞു ഇങ്ങനെയാണ്, എങ്ങനെ നഷ്ടമായി, ഇതൊക്കെ ഇവന്മാരുടെ അനാസ്ഥ കൊണ്ട് നഷ്ടമായതല്ലേ, അല്ലെങ്കിൽ ഇവർക്ക് ഇത് അല്ലെ ഇനി വല്ലവരും അടിച്ചു മാറ്റിയാണോ? ഏതാ എവിടെ കണക്ക് കണ്ടത്? നഷ്ടത്തിന്റെ കണക്കും നഷ്ടത്തിന്റെ പ്രശ്നങ്ങളും എല്ലാം. എന്നിട്ട് അത് പരിഹരിച്ചത് എങ്ങനെ വല്ലതും അറിയാവോ? ഞാൻ പറയുന്നത് ഇവിടെ ട്രാൻസ്പെറന്റ് ആണെങ്കിൽ എത്ര വണ്ടി ഓടുന്നുണ്ടെന്ന് നമുക്ക് ഡെയിലി അറിയാൻ പറ്റും. ഇന്ന് എത്ര രൂപ ചെലവാ എന്നുള്ളത് അപ്പം അറിയാൻ പറ്റും. സിസ്റ്റം മൊത്തത്തിൽ ട്രാൻസ്പെറന്റ് ആകണം. എല്ലാം ട്രാൻസ്പെറൻസി ഈസിയാ. നമ്മൾ ഇത്ര ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഓരോ സ്ഥലത്തും, അതായത് പ്രൈവസിയും സീക്രസിയും ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സ്ഥലത്തും ട്രാൻസ്പെറൻസി ഒന്നും കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. അവിടെ എല്ലാം ചെയ്യാൻ പറ്റും. സീക്രസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് സീക്രസി ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അത് നമ്മൾ എടുക്കണ്ട. പക്ഷെ പബ്ലിക്കിന് അറിയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇനി ഞാൻ ഈ പറഞ്ഞൊക്കെ സിമ്പിൾ കാര്യങ്ങളല്ലേ. അജു സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം പൊതുജനങ്ങൾ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട്? ഞാൻ വന്നതിനകത്ത് എന്നോട് താല്പര്യമുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷം. നിങ്ങൾ നല്ല ചെയ്തത്, ഇത് നേരത്തെ ചെയ്യണമെന്നൊക്കെ പറയുന്നത്. ഞാൻ ഇവിടെ ഉള്ള ഈ ഇവന്മാർ കാണിച്ചത് ഇത് ശരിയായില്ല, അത് ശരിയായില്ലെന്ന് പറഞ്ഞ് സ്ഥിരം പരിപാടിയും പറഞ്ഞുകൊണ്ട് വന്നിട്ട് എനിക്കൊരു അതിനകത്തൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് ചാരിറ്റി തട്ടിപ്പ് നിർത്താൻ വേണ്ടി ഞാൻ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞ വെബ്സൈറ്റിലൂടെ സുതാര്യമായിട്ട് ഫണ്ട് മാനേജിംഗ് സിസ്റ്റം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ്പെറന്റ് ഫണ്ട് മാനേജിംഗ് സിസ്റ്റം ഞാനാണ് വെച്ചത്. അങ്ങനെ ചാരിറ്റിയിലെ തട്ടിപ്പ് പൂർണ്ണമായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സിസ്റ്റമാറ്റിക്കലി. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഞാൻ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. എന്നാൽ അത് ഈ കേരളത്തിലുള്ള സകല ട്രസ്റ്റിന് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പാടുന്ന എനിക്ക് പറയാൻ പറ്റിയാൽ തട്ടിപ്പ് നിന്നു, ചാരിറ്റിയിലെ തട്ടിപ്പ് നിന്നു. കാരണം അതിനകത്ത് സാധ്യതയില്ല, ഇനി സ്കോപ്പ് ഇല്ല. അവർക്ക് അടിച്ചു മാറ്റാനുള്ള സ്കോപ്പ് മൊത്തം ലോക്ക് ചെയ്തു. മനസ്സിലായി? അതും ട്രാൻസ്പെറന്റ് ആയതുകൊണ്ടാണ് ലോക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ കൊടുത്ത കാശ് അവിടെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, അവിടെ എല്ലാം കറക്റ്റായിട്ട് കാണുന്നുണ്ട്, ബില്ല് കൊണ്ടിരുന്നുണ്ട്, എല്ലാം കാണിച്ചു. അതേ സിസ്റ്റം ഗവൺമെന്റിനാണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ. ഇതും പൊതുജനത്തിന്റെ തന്നെയല്ലേ, നമ്മളല്ലേ ഇത് നടത്തുന്നത്. അത്രേ ഉള്ളൂ. നമ്മൾ കൊടുത്തത് അവിടെ ഉണ്ടോ, കൊടുത്തോ, എന്തോ ചെയ്തോന്ന് ചോദിക്കുന്നു. ഇതില്ല, സിസ്റ്റം വർക്ക് ചെയ്യാൻ തുടങ്ങിയാണ്ടല്ലോ അത് മനസ്സിലാകാത്തതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി എല്ലാം ഹൈലൈറ്റ് ആയിട്ടും അപ്ഗ്രേഡ് ആയിട്ടും ചെയ്തേ പറ്റത്തുള്ളൂ.
അവരവരുടെ റെസ്പോൺസിബിലിറ്റീസും ജോബ്സും കൃത്യമായിട്ട് ചെയ്യാതെ സിസ്റ്റത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. നല്ല സിസ്റ്റമാണ്. അതുകൊണ്ടാണ് ഈ ഗൾഫിലും അമേരിക്ക, കാനഡ, UK ഒക്കെ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ടൈം ടു ടൈം എല്ലാം നടക്കുന്നത്. ഈ തിരുവല്ലയിലെ പ്രതീക്ഷകൾ പങ്കുവെക്കുകയാണെങ്കിൽ എന്താണ്, എത്രത്തോളം വോട്ട് നേടാൻ പറ്റും? എനിക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ പ്രതീക്ഷയില്ല. എനിക്ക് വോട്ട് നേടുന്നതിനെ പറ്റി ഒരു പ്രതീക്ഷയില്ല. ഈ സാധനം ആരെങ്കിലും കണ്ടറിഞ്ഞ് ഇപ്പോൾ ഓൺലൈനിൽ കണ്ടവരോ വല്ലവരൊക്കെ കണ്ടിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടാൽ അവർ വോട്ട് ചെയ്യുന്നു. ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും പോലും വോട്ട് ചോദിച്ചിട്ടില്ല. ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. ആരോടും വോട്ട് ചോദിച്ചിട്ടില്ല. ഞാൻ പട്ടി, പൂച്ച, ആട്, കാക്ക, മീൻ ഇത്രയും പേരുടെ വോട്ട് ചോദിച്ചിട്ടുള്ളൂ. ഇത് കാണുമ്പോൾ ആളുകൾ ഉറപ്പായിട്ടും വേറൊരു കമന്റ് പറയും. ഒത്തിരി ഉണ്ട്. ഉറുമ്പിനോടൊക്കെ ചോദിക്കാണ്ട്. നമുക്കിവിടെ പ്രകൃതിയോ മൊത്തത്തിൽ കൺസേൺ ഉണ്ടെന്ന്. ഇവിടുത്തെ മൃഗങ്ങളെ, പക്ഷികളെ, മത്സ്യങ്ങളെ എല്ലാത്തിനോടും കൺസിഡറേഷൻ വേണ്ടേ? എല്ലാവരും ഇത് വേണ്ടേ? കൺസേൺ. ഈ മണ്ഡലത്തിലെ അല്ലെങ്കിൽ പോലും അവരോട് നമുക്ക് കൺസേൺ ഉണ്ടെന്ന് അവരെ അറിയിക്കുക. അല്ലെങ്കിൽ ഈ പട്ടികളെ ഒന്നും തല്ലി കൊല്ലരുത്, അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. എല്ലാത്തിനും ജീവിക്കുന്ന സാഹചര്യം നന്നാവും. അതാണ് ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസിയിലാണ് ഏറ്റവും ജനാധിപത്യം ഉള്ളത്. ചിഹ്നമായി ബലൂണാണ്. ബലൂൺ ഞാൻ നോക്കിയപ്പോൾ കൊള്ളാം, നല്ലൊരു ചിഹ്നം. ഇതൊരു തുടക്കമാവും. അതായത് താങ്കൾ സിസ്റ്റം മാറുന്നതിനെ കുറിച്ച് പറയുന്നു, ഈ സിസ്റ്റം ട്രാൻസ്പെറന്റ് ആകണമെന്ന് പറയുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചാലും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത. പിന്നെ ഞാൻ 2036 വരെ ടാർഗറ്റ് ഇട്ടേക്കുക. 2036 കേരളത്തിൽ 140 മണ്ഡലത്തിലും സ്ഥാനാർത്ഥികൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്നവർ ട്രാൻസ്പെറൻസി ഫോക്കസ് ചെയ്ത് വരുന്നവരായിരിക്കും. അവര് ഈ പറഞ്ഞ പോലെ എല്ലാവരും ക്വാളിറ്റി, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എല്ലാ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യണോ അതിനകത്തെല്ലാം എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും ആൾക്കാരെ തന്നെ പ്രസന്റ് ചെയ്യും. അതായത് 2036 ആകുമ്പോഴത്തേക്ക് എല്ലാ മണ്ഡലങ്ങളിലും 140 മണ്ഡലങ്ങളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഇതുപോലെ സ്വതന്ത്രം, അല്ല പാർട്ടി ഐഡന്റിറ്റിയോ അല്ലെ ഒരു ഗ്രൂപ്പ് ഐഡന്റിറ്റിയോ ഒന്നും വേണ്ട. അതുവരെയൊക്കെ സമയം എന്തിനാന്ന് ചോദിച്ചാൽ അത്രയും നാളൊക്കെ എടുക്കും ഇത് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി. താങ്കൾ വിജയിച്ചാൽ തിരുവല്ലയ്ക്ക് വേണ്ടി എന്താകും ചെയ്യുക? തിരുവല്ലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെയ്തായിരിക്കത്തില്ല. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു MLA ട്രാൻസ്ഫർ ആയിട്ട് നിൽക്കുന്നത്. അത് ബാക്കിയുള്ള MLA-മാർക്ക് ചലഞ്ച് ആയിരിക്കും. അഴിമതി രഹിതമാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അതിന്റെ കാരണം ടെക്നോളജി ഇപ്പോൾ അഡ്വാൻസ്ഡ് ആണ്. ഈ ടെക്നോളജി ഇല്ലാത്ത കാലത്ത് ഇത് പറയാൻ പറ്റത്തില്ല. എനിക്കൊരു 10 വർഷം മുമ്പ് ഇത് പറയാൻ പറ്റത്തില്ല. 3G വരെയുള്ള സാഹചര്യത്തിൽ പറയാൻ പറ്റത്തില്ല. ഈ 5Gയിൽ ഇത് പറയാൻ പറ്റും. കാരണം അപ്പോഴേ നമുക്ക് ഇത്രയും ഈസി ആയിട്ട് ഇത്രയും സാധനങ്ങൾ പടപടാന്ന് സ്ക്രീനേ വരുന്നുള്ളൂ. ഇനി പറയാമെന്നാൽ മാത്രമല്ല, ഇനി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കൊരു പറമ്പ് വീതം വെക്കാൻ പോവുക, അതിനങ്ങനെ ഓൺലൈനിൽ മാത്രം നടക്കത്തില്ലല്ലോ, ഒരു പേപ്പർ വർക്ക് അല്ലല്ലോ. അതിനകത്ത് ഒരാൾ ഫിസിക്കലി അവിടെ വരണം, പറമ്പളക്കണം, പല കാര്യങ്ങളുണ്ട്. ആ ആള് വരുന്നത് ഇപ്പൊ സ്വിഗ്ഗി, സൊമാറ്റോയിൽ ഒരു ഓർഡർ കൊടുക്കുന്ന പോലെ ഉള്ളൂ. നിങ്ങളൊരു ജസ്റ്റ് ഒരു ഇങ്ങനെ കാണിച്ചേക്ക്, എന്താ നിങ്ങളുടെ ആവശ്യം, ഓക്കെ, ഇങ്ങനെ പറമ്പ് ഇതാക്കണം, ഞെക്കി, അപ്പം തന്നെ അവർ പറയും ഇന്ന ഡേറ്റിൽ നാളെ രാവിലെ 8 മണിയാകുമ്പോൾ സർവേയർ ഇവിടെ എത്തുന്നു. അപ്പോൾ ആ സർവേയർ വരുന്നത് നമുക്ക് കാണാം. രാവിലെ ഡ്യൂട്ടിക്ക് നേരെ നമ്മുടെ അടുത്തോട്ടായിരിക്കും വരുന്നത്. അല്ലാതെ റിപ്പോർട്ട് ചെയ്യാൻ അവിടെ പോലും വേണ്ട. അത് നേരെ നമ്മുടെ ഇവിടെ വരുന്നു, അളക്കുന്നു. അയാൾക്ക് ഇത്ര മണിക്കൂർ സമയമുണ്ട്. അയാൾ 7 മണിക്ക് വന്ന് അത്രയും സെൻറ്റ് അളക്കാൻ അയാൾക്ക് എത്ര സമയമുണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ആയിരിക്കും അലോട്ട് ചെയ്തേക്കുന്നത്. ആ 2 മണിക്കൂറിൽ ഇയാൾ പണി കഴിഞ്ഞ് പോയിരിക്കും. അപ്പോൾ ആയിക്കോട്ടെ നിങ്ങൾ ടിപ്പ് കൊടുത്തു, അത് കഴിയുമ്പോൾ ഇത് പോകുന്ന കാണാം. ഇയാൾ അവിടെ എത്തുന്നതിന് മുമ്പ് റിപ്പോർട്ട്, നമ്മുടെ സാധനം ഓൺലൈനിലാണല്ലോ എല്ലാം നിൽക്കുന്നത്. അപ്പോൾ തന്നെ ഇയാൾ അളവെടുത്ത് കഴിഞ്ഞ സംഭവം അപ്ഡേറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത സ്ഥലത്ത് അയാളുടെ വേറെ സിസ്റ്റത്തിൽ അയാൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പേപ്പർ വർക്ക് അയാൾ ചെയ്യുന്നതിന് അയാൾക്ക് 15 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ 15 മിനിറ്റുള്ള അയാളുടെ ടാസ്ക് കഴിഞ്ഞാൽ അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് കൈക്കൂലി മേടിക്കാനോ ഒരു സാധനം ഹോൾഡ് ചെയ്യാനോ പറ്റത്തില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ളൊരു സ്പീഡിലെല്ലാം നടക്കും. ഓരോ ഫയലുകളും ഓരോ മേശപ്പുറത്ത് വൈകുമ്പോഴാണ് കൈക്കൂലിക്ക് അവസരം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ എങ്ങനെ കൊടുക്കുന്നത്? വളരെ വ്യത്യസ്തമായ ഒരുപാട് ആശയങ്ങളാണ് തിരുവല്ലയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അജു അലക്സ് മുൻപോട്ട് വയ്ക്കുന്നത്. അപ്പോൾ എന്താണല്ലോ അജു, എല്ലാവിധ ആശംസകളും ഈ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ നമുക്ക് പരസ്പരം ആശംസിക്കാം. എന്നെ ഇവിടെ എലക്ട് ചെയ്യേണ്ടത് എൻ്റെ ആവശ്യം മാത്രമല്ല, വളരെ സിമ്പിളാണ്. ജനങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ പോലെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വലിയ ആശയങ്ങൾ തന്നെയാണ്. തിരുവല്ലയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.